ഇന്നലെ അത്യാവശ്യം നന്നായിട്ട് കഷ്ടപ്പെട്ട ഒരു ദിവസമാണ്. ഉച്ചയ്ക്കാണ് ഞാൻ ബെറിൽ നിന്ന് ഇറങ്ങുന്നത്. ബെറിൽ നിന്ന് ഡയറക്റ്റ് മണ്ടി ബസ് കിട്ടാതെ ജോഗിന്ദർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ബസ് കിട്ടുന്നത്. ജോഗിന്ദറിൽ അത്യാവശ്യം വീണ്ടും വെയിറ്റ് ചെയ്തിട്ടാണ് മണ്ടി ബസ് കിട്ടുന്നത്. അത് മണാലി വരെ പോകുന്ന ബസ്സായിരുന്നു. പക്ഷേ മണ്ടിയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് കസോൾ ബസ് കിട്ടും എന്ന് കേട്ടാണ് ഞാൻ മണ്ടിയിലേക്ക് തിരിക്കുന്നത്. മണ്ടിയിൽ എത്തിയ സമയത്ത് മണ്ടിയിൽ നിന്നും കസോൾ ബസ് ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ബുന്ദർ എന്ന് പറയുന്ന സ്റ്റോപ്പിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ ബുന്ദർ എന്ന് പറയുന്ന സ്റ്റോപ്പിലേക്ക് പോകുന്നത് ഞാൻ ഈ കയറിയ മണ്ടി ബസ് തന്നെയായിരുന്നു. കാരണം ബുന്ദർ മണാലിക്കും മണ്ടിക്കും ഇടയിൽ വരുന്ന കുളുവിന് മുമ്പായിട്ട് വരുന്നൊരു സ്ഥലമാണ്. അവിടെ നിന്നാണ് കസോളിലേക്ക് തിരിഞ്ഞു പോകുന്നത്. ഒടുവിൽ അതേ വണ്ടിയിൽ വീണ്ടും കയറി ബുന്ദറിലെത്തുന്ന സമയത്ത് ഏതാണ്ട് 6:30 കഴിഞ്ഞു. അപ്പോൾ കസോളിലേക്കുള്ള ലാസ്റ്റ് ബസ് 6 മണിക്കായിരുന്നു. അത് പോയി എന്നറിയാൻ കഴിഞ്ഞു. അവസാനം പിന്നെ ബുന്ദറിൽ ഏതാണ്ട് 1 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം അടുത്ത മണാലി ബസ് പിടിച്ച് മണാലിയിലേക്ക് തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. ആക്ച്വലി 2 ഓപ്ഷനായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നെങ്കിൽ ബുന്ദറിൽ ഒരു റൂം എടുത്തിട്ട് അവിടെ തങ്ങി രാവിലെ കസോൾ ബസ് പിടിക്കുക, അല്ലെങ്കിൽ മണാലിയിലേക്ക് പോകുക എന്നുള്ളതായിരുന്നു. മണാലി ഇത്തവണ യാത്രയിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഹിമാചലിൽ ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ളൊരു സ്ഥലം മണാലി ആയിരിക്കും. ഒരു സമയത്ത് എപ്പോൾ ഒരു യാത്ര പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും പല സ്ഥലങ്ങളിങ്ങനെ കൺസിഡർ ചെയ്യുമെങ്കിലും അവസാനം എപ്പോഴും എത്തിപ്പെടുന്നത് മണാലിയിലേക്ക് തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയായിരുന്നു എല്ലാ തവണയും സംഭവിക്കുന്നത്. അപ്പോൾ അത്രയും തവണ വന്നിട്ടുള്ളൊരു സ്ഥലം എന്നുള്ള നിലയ്ക്കാണ് മണാലി തവണ ഒഴിവാക്കാമെന്ന് തീരുമാനിച്ചത്. പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണാലിൽ എത്ര വട്ടം വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു എണ്ണം പറയാൻ തന്നെ പാടുള്ള അത്രയും തവണ വന്നിട്ടുള്ളൊരു സ്ഥലമാണ്. പത്ത് ദിവസം തികയാണ് ഞാൻ മണാലിലെത്തിയിട്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുണ്ടായി, അനുജ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ മണാലിലെത്തവണ എത്തുന്നത്. അപ്പോൾ അനുജിൻ്റെ വീടിൻ്റെ ബാക്ക് യാർഡിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യമായിട്ട് മണാലിയിൽ വന്നതായിരുന്നു എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. ഞാൻ 2015 എൻ്റെ കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ ഏരീസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ജോലിക്ക് കയറുന്നത്. യാത്ര ചെയ്യുക എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ്ലി വർഷങ്ങളായിട്ടുള്ളൊരു വലിയ സ്വപ്നം തന്നെയായിരുന്നു. യാത്ര ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് സമയം, സാമ്പത്തികം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒത്തുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ജോലി ചെയ്ത് തുടങ്ങുന്ന സമയത്ത്, ജീവിതത്തിൽ ആദ്യത്തെ ഒരു ജോലി ചെയ്തു തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയും നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം എന്താണ് എന്ന് മനസ്സിലായി തുടങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ വർഷങ്ങളായിട്ടുള്ള ഓരോ ആഗ്രഹങ്ങൾ എന്തായിരുന്നു എന്ന് നമ്മളിങ്ങനെ ചെകഞ്ഞു നോക്കാൻ തുടങ്ങും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് യാത്ര ചെയ്യുക എന്നുള്ളതായിരുന്നു. നമ്മൾ വലിയ യാത്രകൾ ചെയ്തിട്ടില്ലാത്തൊരു കാലത്ത് അപ്പോൾ എനിക്ക് ഈസിലി ഇമാജിനബിൾ ആയിരുന്നില്ല ഹിമാലയത്തിലേക്ക് ഒരു യാത്ര ചെയ്യുക എന്ന് പറയുന്നത്. കാരണം അന്നൊരു പക്ഷേ ഇന്നുള്ളതുപോലെയുള്ള ഒരു സോഷ്യൽ മീഡിയ എക്സ്പോഷർ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലാണെങ്കിൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന കാണുന്നുണ്ടെങ്കിൽ 2015 എന്നൊക്കെ പറയുന്ന സമയത്ത് ഫേസ്ബുക്കിൻ്റെ ഒരു മേജർ കാലഘട്ടമായിരുന്നു. എന്നാൽ പോലും ഈ പറഞ്ഞ പോലെ എൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സർക്കിളിലൊന്നും ആരും അങ്ങനെ ഹിമാചലിലേക്കൊക്കെ യാത്ര ചെയ്ത് എനിക്കറിയില്ലായിരുന്നു. ആ സമയത്താണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ കസോൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നിട്ടുള്ള കുറച്ച് ഫോട്ടോസ് കാണുന്നത്. അപ്പോഴാണ് ഞാൻ റിയലൈസ് തന്നെ ചെയ്യുന്നത്. കാരണം ഹിമാലയാസ് ആർ ദെയർ, അത് നമുക്കറിയാം. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ള വിഷയമായിരുന്നു ജോഗ്രഫി. അപ്പോൾ ഹിമാലയാസ് ഉണ്ടെന്നറിയാം, ഹിമാലയാസ് എങ്ങനെയായിരിക്കും എന്നറിയാം. പക്ഷേ ഇത്രത്തോളം മനോഹരമായിരിക്കും ഹിമാലയത്തിലെ ട്രെയിൽസുകൾ, നമ്മുടെ പീക്കുകളെന്നൊന്നും ഇമാജിൻ ചെയ്യാൻ ആ സമയത്ത് ഒരു പക്ഷേ സാധിച്ചിട്ടുണ്ടായിരുന്നില്ലെന്ന് വേണം പറയാൻ. അങ്ങനെ കുറേ ഫോട്ടോസ് കാണുന്നു. അപ്പം മുതൽ അങ്ങനൊരു സ്വപ്നം എൻ്റെ മനസ്സിലുണ്ടാകുന്നു. അതിനുശേഷം ഞാൻ ഏരിയയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ വാൾപേപ്പറായിട്ടൊരു ഹിമാലയൻ പീക്കിൻ്റെ ചിത്രം ഇടുന്നു. അങ്ങനെയാണ് ഈ യാത്ര എന്ന് പറയുന്ന സ്വപ്നം ഇങ്ങനെ ഞാൻ ആ സ്വപ്നത്തെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നത്. ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ള ഒരു വളരെ മീനിങ് ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയൊരു കോട്ടുണ്ട്. ഇഫ് യു ഫോളോ വൺ ഡ്രീം ദി അതേഴ്സ് വിൽ ഫോളോ എന്നുള്ള സാധനം. ഒരു സ്വപ്നം നമ്മൾ പിന്തുടരുമ്പോൾ മറ്റു സ്വപ്നങ്ങളെല്ലാം അതിൻ്റെ പിന്നാലെ വരും. ആ ഒരു സ്വപ്നം നമ്മൾ പിന്തുടരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു വിശ്വാസം, ആ വിശ്വാസമാണ് നമ്മളെ പിന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു പക്ഷേ ഞാനിപ്പോൾ 2016 ആ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കില്ലായിരുന്നു. അതിനുശേഷം ഉണ്ടായ എൻ്റെ എല്ലാ യാത്രകളും ആ ഒരു യാത്രയുടെ റിസൾട്ടാണ്.
2016 ഞാൻ IVCSRനൊപ്പം ബേണിംഗ് വെൽസ് എന്ന് പറയുന്ന ഒരു സിനിമ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏരീസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ CEO ആയിട്ടുള്ള സോഹൻ റോയ് സാറാണ് എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നത്. IVCS സാറും സോഹൻ റോയ് സാറും ഒക്കെ ആയിട്ട് നമ്മൾ രാമോജി ഫിലിം സിറ്റിയിൽ വെച്ച് ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയുടെ ഒരു ലോഞ്ച് ഇവൻറ്റ് നടക്കുന്നു 2016. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഹൈദരാബാദിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. ഉത്തരാഖണ്ഡിലെ റൂർക്കി എന്ന് പറയുന്ന സ്ഥലത്ത് IITയിലായിരുന്നു എൻ്റെ ചേച്ചി PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേച്ചിയെ കാണാൻ വേണ്ടി ഹൈദരാബാദിൽ നിന്ന് പോകാം എന്ന് പറയുന്ന ഒരു പ്ലാൻ എൻ്റെ മനസ്സിലുണ്ടാകുന്നു. റൂർക്കിയിൽ പോയിട്ട് ചേച്ചിയെ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് മുന്നോട്ട് യാത്ര ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എനിക്ക് എക്സാക്ട്ലി ഈ പറയുന്ന സ്ഥലങ്ങൾ അറിയില്ല, ഞാനൊരു പ്രോപ്പർ റിസർച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അത് വളരെ ഇൻസ്റ്റിങ്റ്റീവായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് ചണ്ഡീഗഡിലേക്ക് യാത്ര ചെയ്യും. ചണ്ഡീഗഡാണ് ഇതിൻ്റെ ഒരു ഹബ്ബെന്ന് റിയലൈസ് ചെയ്യും. ചണ്ഡീഗഡിൽ എത്തിയിട്ട് ബാക്കി ആലോചിക്കാം എന്ന് വിചാരിച്ച് ചണ്ഡീഗഡിൽ എത്തുകയും ചെയ്യുന്നു. ചണ്ഡീഗഡിൽ അന്വേഷിക്കുന്ന സമയത്താണ് ഞാൻ അറിയുന്നത് അവിടെ ഈ പറഞ്ഞ പോലെ ഒരു പെർട്ടിക്കുലർ സെക്ടറിലെ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് മണാലി ബസ് കിട്ടുമെന്ന്. അപ്പോൾ അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഐ ഹാവ് നോ ഐഡിയ അബൌട്ട് വാട്ട് മണാലി ഈസ് ഗോയിങ് ടു ബി ലൈക്ക്. എനിക്കറിയില്ല ഇത് ഈ പറഞ്ഞ പോലെ ഒരു വലിയ മഞ്ഞുമലയുടെ ഈ പറയുന്ന വശത്ത് എവിടെയെങ്കിലും ആയിരിക്കുമോ, ഒരു വാലി ആയിരിക്കുമോ, ഇതൊന്നും എനിക്കറിയില്ല. ആ സമയത്ത് ഓൾ ഇന്ത്യ ഷോഗൺ ക്ലബ്ബ് എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ ഓൺ ചെയ്യുന്ന ആളുകളുടെ ക്ലബ്ബിലുണ്ട്. അപ്പോൾ ഞാൻ അതിലുള്ള ഗിരീഷ് ഭായ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിന് മെസ്സേജ് അയക്കുകയും ഇവിടെ നിന്ന് മണാലിയിൽ നിന്ന് ആരെങ്കിലും ഈ ഗ്രൂപ്പിലുണ്ടോ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയും ആ സമയത്ത് ഗിരീഷ് ഭായിയുടെ അനുജ് എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ നമ്പർ അയച്ചു തരികയാണ് ചെയ്യുന്നത്. അനുജിനെ വിളിച്ച് ഞാൻ മണാലിയിൽ എത്തുന്നു. മണാലിയിൽ ആദ്യമായിട്ട് ചെന്നിറങ്ങുന്ന മണാലി മാർക്കറ്റിലാണ്. അനുജാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. അവിടെ ആരോടെങ്കിലും അന്വേഷിച്ച് കഴിഞ്ഞാൽ മണാലി സ്വീറ്റ്സ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് പറഞ്ഞുതരും. അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. മണാലിയിലെ ഈ മാൽ റോഡിലെ ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് കുറേ കളേഴ്സ് ആൻഡ് ഹ്യൂസ് ഉള്ളൊരു മനോഹരമായ സ്ഥലമാണ്. ആ കാലത്ത് ഞാൻ എൻ്റെ ഒരു DSLR ക്യാമറയായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ട്രാവൽ എന്ന് പറയുന്ന ഒരു ഹരം കയറുന്നതിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ ആ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾക്ക് ഒരേ സമയം ഉണ്ടായിട്ടുള്ള ഒരു ഇൻസ്പിറേഷനാണ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. DSLR ക്യാമറ പുതിയതായിട്ട് വാങ്ങിക്കുകയും ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ ഫോട്ടോസ് എടുക്കുകയും ആ ഫോട്ടോസിൽ സ്വന്തം പേര് വെച്ചിട്ട് സ്വന്തം പേരിൻ്റെ കൂടെ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ് ഇടുകയൊക്കെ ചെയ്യുന്നൊരു കാലമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൊഡാക് കെബിറ്റൺ എന്ന് പറയുന്ന ഫിലിം ക്യാമറ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സോണിയുടെ ഒരു പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറയാണ് ആദ്യമായിട്ട് വാങ്ങിക്കുന്നത്. അതിനുശേഷം ഞാൻ ഒരു കനോൺ DSLR വാങ്ങിക്കുന്നു, 2 ലെൻസുകൾ വാങ്ങുന്നു. അപ്പോൾ ഈ ക്യാമറയായിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. മണാലി മാർക്കറ്റിലെത്തുമ്പോൾ ഞാൻ അതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത അത്രയും കളേഴ്സ് ആൻഡ് ഹ്യൂസ് ഇങ്ങനെ കാണുകയാണ്. ഈ കെട്ടിടങ്ങളുടെയൊക്കെ പിന്നിൽ ദൂരെയായിട്ട് ഇങ്ങനെ മൗണ്ടൻസ് കാണുകയാണ്. മണാലി മാർക്കറ്റിൻ്റെ മുന്നിൽ ഞാനൊരു വോൾവോ ബസ്സിൽ വന്നിറങ്ങിയിട്ട് ഇങ്ങനെ ചുറ്റും നോക്കുന്ന സമയത്ത് പൈൻ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കുറേ മലകൾ കാണുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിലൂടെ ഞാൻ ആദ്യമായിട്ട് ഒരു മഞ്ഞുമല കാണുന്നൊരു വ്യൂ ഉണ്ട്. കാരണം ഈ ഓവർനൈറ്റ് ബസ്സായതുകൊണ്ട് തന്നെ ഞാൻ ഉറക്കത്തിലായിരുന്നു ഈ ബസ്സിൽ മുഴുവൻ വരുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ കാഴ്ച എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഭയങ്കര ഫോണ്ടായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഇങ്ങനെ ചുറ്റും നോക്കുന്നു, മലകളുടെ ഇടയിലൂടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു മഞ്ഞുമല ഞാൻ ആദ്യമായിട്ട് കാണാണ്. ഇപ്പോഴും എനിക്ക് ആ വ്യൂ എൻ്റെ മനസ്സിലുണ്ട്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ എൻ്റെ ക്യാമറ ഇപ്പോൾ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മൗണ്ടൻ കാണാൻ പറ്റും. ആ സമയത്ത് പാമ്പുമായിട്ട് ഒരു സ്നേക്ക് ചാമർ സ്ട്രീറ്റിൽ വന്നിട്ട് ഒരു ചെറിയ പെർഫോമൻസ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മണാലി മാർക്കറ്റ് ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. പക്ഷെ അന്ന് ഇറ്റ് വാസ് വെരി ഡിഫറെൻറ്റ്. ഇത്ര ആൾക്കൂട്ടം ഉണ്ടായിരുന്നില്ല. എനിക്കൊരു മനോഹരമായ അനുഭവമായിരുന്നു മോർണിംഗ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കുറച്ചധികം നേരം കഴിഞ്ഞപ്പോൾ അനുജനെ വിളിച്ചു. എവിടെ പോയി, വഴി തെറ്റിയെങ്കിലും പോയോ എന്ന് പറഞ്ഞ് അനുജനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അനുജും അനുജിൻ്റെ കുറച്ച് സുഹൃത്തുക്കളോട് ചേർന്നിട്ട് നസോഗി എന്ന് പറയുന്ന ഈ വില്ലേജിൽ, ഇപ്പോൾ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന നസോഗി എന്ന് പറയുന്ന വില്ലേജിൽ ഒരു ബിൽഡിങ് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ഒരു പുതിയതായിട്ട് ഫോപ്ലേ എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. ബേസിക്കലി ഈ കമ്പനിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അഡ്വഞ്ചർ വീഡിയോസ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തിലാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദേ ഹാഡ് എ വെരി ലോങ് ജേർണി. അവർ കുറേ വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം കോവിഡ് വന്ന സമയത്ത് അവരുടെ കമ്പനി ഒരു വലിയ ചലഞ്ചിലൂടെ കടന്നുപോയി. ഒരുപക്ഷെ അവരുടെ കമ്പനി പൂട്ടണം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും അതിനുശേഷം ഹിമാലയാസ് ബേസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ലൈൻ പ്രൊഡക്ഷൻ ചെയ്യുകയും അവരുടെ ഷൂട്ടിംഗ് അഡ്വർടൈസ്മെൻറ്റ് ഏജൻസി പോലെ ചെയ്യുകയും ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് മാറുകയും അങ്ങനെ ദേ ഫൗണ്ട് ദിയർ ട്രാക്ക് ബാക്ക്. ഇപ്പോൾ അവർ വളരെ സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ബിൽഡിങ്ങിൽ തന്നെയാണ് അന്നും അവർ താമസിക്കുന്നത്. ആ ബിൽഡിങ്ങിൽ ഞാൻ വരികയും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്ന അതേ ബാക്ക് യാർഡിൽ വന്നിരിക്കുകയും ഞാൻ അവിടെ വന്നിരുന്നൊരു ചായ കുടിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഈ ആപ്പിൾ തോട്ടത്തിനിടയിലൂടെ ഹിമാലയാസ് നോക്കുകയും അതിൻ്റെ ഇടയിൽ തന്നെ ഈ ആപ്പിൾ ഫാമിൽ കുറേ ഫോട്ടോസ് എടുക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് അനുജിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് ഞാൻ ഒരു ആക്ടിവിറ്റിയായിട്ട് മണാലിയിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് അനുജിനൊരു RX100 ഉണ്ട്. അപ്പോൾ ഈ അനുജി RX100 തന്നിട്ട് അനുജിൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടുന്ന് ഷനാഗ് എന്ന് പറയുന്ന ഒരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിലൂടെ വേണമെങ്കിൽ നിയോഗിന് ഒരു റൈഡ് പോയിട്ട് വരാം. ചുറ്റും ആപ്പിൾ തോട്ടങ്ങളൊക്കെയുള്ള ഒരു മനോഹരമായ ഗ്രാമമാണ്.
അപ്പോൾ ഓൾഡ് മണാലിയിലെ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് ഷനാഗ് പോയി. ഷനാഗിലൂടെ കുറേ മുന്നിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഈ റോത്താങ്ങിൻ്റെ സൈഡിലേക്ക് പോകുന്ന ഹൈവേയിൽ അതൊന്ന് കണക്റ്റ് ആവും, ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് അവിടുന്ന് കറങ്ങി തിരിച്ച് നമുക്ക് മണാലി മാർക്കറ്റിൻ്റെ അതുവഴി ഹഡിംബ വന്ന് ഇവിടെ തിരിച്ചെത്താമെന്ന് പറഞ്ഞ് അനുജ് RX-100 തരുന്നു. ആ യാത്ര എനിക്ക് മറക്കാൻ പറ്റാത്തൊരു യാത്രയാണ്. ഞാനും എൻ്റെ ആരൂബാബ എന്ന് പറയുന്ന ഒരു സുഹൃത്തോട് ഇപ്പോൾ ഷനാഗിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഷനാഗിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഇങ്ങനെ കിലോമീറ്റർ കണക്കിന് റോഡിൻ്റെ രണ്ട് വശത്തും ആപ്പിൾ തോട്ടങ്ങളായിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ 5 സെൻറ്റ് 10 സെൻറ്റിൽ വീട്, മതിലുകൾ എന്നൊക്കെ പറയുന്ന പോലെ മുഴുവൻ പ്രോപ്പർട്ടീസാണ്, ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് ആണ്. ഷനാഗ് ഡസൻ ഹാവ് ദറ്റ് ചാം എനിമോർ. ഷനാഗ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആണ് ശരിക്കും അത് കാണുക എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഇത്തവണ ഷനാഗ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മണാലിയുടെ ആദ്യത്തെ ഓർമ്മ എന്ന് പറയുന്നത് 2016 ഒക്ടോബറിലുള്ള ഈ ഒരു യാത്രയാണ്. ഈ യാത്രയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മണാലിയിൽ ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് താമസിക്കുന്നു അനുജിൻ്റെ കൂടെ. ഈ 1 വീക്ക് താമസിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഓൾഡ് മണാലിയിൽ പോകുന്നു. ഓൾഡ് മണാലിയിൽ ഒരു കഫേയിൽ പോകുന്ന സമയത്ത് ഈ കഫേയിൽ ഞാനൊരു ഫോട്ടോ കാണുന്നു. ഈ ഫോട്ടോയിൽ ഞാൻ കാണുന്ന ഒരു പീക്കിൻ്റെ ഇമേജ് എനിക്ക് വളരെ ഫെമിലിയറായിട്ട് തോന്നുന്നു. പിന്നെ ഞാൻ റിയലൈസ് ചെയ്യുന്നു, ഏതോ ഒരു സമയത്ത് എൻ്റെ ലാപ്ടോപ്പിൻ്റെ വാൾപേപ്പർ ആയിരുന്ന ഒരു ഹിമാലയൻ പീക്കിൻ്റെ റാൻഡം ഇമേജ് ഞാൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തൊരു റാൻഡം ഇമേജ് വളരെ സിമിലറായിട്ട് തോന്നുന്നൊരു മൗണ്ടൻ ആണിത്. മേ ബി ദ സെയിം മൗണ്ടൻ ഇറ്റ് ഈസ് എന്ന് പറയുന്നൊരു സാധനം എനിക്ക് തോന്നുന്നു. ഞാനിത് എവിടെയാണെന്ന് അന്വേഷിക്കുന്ന സമയത്ത് റോത്താങ് പാസ് ക്രോസ് ചെയ്ത് നമ്മൾ ജിസ്പയൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് വരുന്നൊരു മൗണ്ടൻ റേഞ്ച് ആണെന്ന് മനസ്സിലാക്കുന്നു. ആ സമയത്ത് ആ റൂട്ട് ലഡാക്കിലേക്കുള്ള റൂട്ടാണെന്നും ലഡാക്ക് യാത്ര എന്താണെന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒട്ടും പ്രിപ്പയർഡ് ആയിട്ടില്ല ഞാൻ വന്നത്. എൻ്റെ കയ്യിൽ ബേസിക്കലി മണാലിലെത്തുന്ന സമയത്ത് സ്വെറ്റേഴ്സ് പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഹിമാലയൻ വാലിയിലേക്ക് തന്നെ യാത്ര ചെയ്യുന്നത്. അതിനുശേഷം അനുജിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അനുജ് ഫുൾ ഡീറ്റെയിൽസ് തരുന്നു, അനുജ് എല്ലാ ഹെൽപ്പും ചെയ്യുന്നു. അനുജ് എനിക്ക് ജാക്കറ്റ് മറ്റു കാര്യങ്ങളും എല്ലാം തരാമെന്ന് പറയുന്നു. അപ്പോഴും മറ്റൊരു പ്രശ്നം അവശേഷിക്കുന്നു, ഈ യാത്ര ചെയ്യാനുള്ള സാമ്പത്തിക ഭദ്രത ഉള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല ഞാനപ്പോൾ. ആ ഒരു ഡിസപ്പോയിൻമെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, ഇനി സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് കുറച്ച് പൈസ കടം ചോദിച്ചാലോ എന്ന് ആലോചിക്കുന്നു. പിന്നെ എന്തോ ഇങ്ങനെ മനസ്സ് മടിച്ച് നിൽക്കുന്ന സമയത്ത് എനിക്ക് കൃത്യമായിട്ട് അറിയാം എൻ്റെ ATM എത്ര രൂപയാണ് ഉള്ളതെന്ന്. വേണമെങ്കിൽ എനിക്ക് മണാലിയിൽ ഒരു 2-3 ദിവസം കൂടെ നിൽക്കാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ATMൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് IV ഷെസാറിൻ്റെ ഒരു കോള് വരുന്നത്. ഷെസാർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് കുറച്ച് പൈസ ഇട്ട് തരുന്ന കാര്യം, കിട്ടുകയാണെങ്കിൽ ഒന്ന് പറയണേന്ന്. ഞാൻ അപ്പോൾ ATMൽ കയറി ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ അക്കൗണ്ടിൽ ഒരു വലിയ എമൗണ്ട് ഓഫ് മണി വന്നിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഒരു ബൈക്ക് ഹയർ ചെയ്ത് ലഡാക്കിലേക്ക് പോയിട്ട് ഒരു നീണ്ടകാലം യാത്ര ചെയ്യാനുള്ള പണം ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ അന്ന് വൈകിട്ട് തന്നെ അനുജിൻ്റെ അടുത്ത് ചോദിച്ചു, അനുജൻ അറിയാവുന്ന ഒരു മോട്ടോർ സൈക്കിൾ ഹയർ ചെയ്യുന്നൊരു സ്ഥലത്ത് പോയിട്ട് ഒരു ബൈക്ക് നോക്കുന്നു. അപ്പോൾ അന്ന് വേറെ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് 4 സ്ട്രോക്സ് ബൈക്സ് ഓടിച്ച് അത്ര പരിചയമില്ല. ഞാൻ 2 സ്ട്രോക്സ് ആണ് ഓടിക്കുന്നത് മുഴുവൻ. എൻ്റെ കയ്യിലൊരു ജാവ ഉണ്ടായിരുന്നു ആ സമയം. ഞാൻ ജാവ ഓടിക്കുന്നുണ്ട്, ഷോഗൺ, ഷാവലിൻ, ഈ 2 സ്ട്രോക്സ് ഒക്കെ ഓടിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ 4 സ്ട്രോക്ക് ബൈക്ക് ഓടിക്കുന്നതെന്ന് പറയുന്നത് എൻ്റെ ഒരു റിലേറ്റീവായിട്ടുള്ള ഒരു പുള്ളിക്കാരുടെ ഒരു CD ഡോൺ എന്ന് പറയുന്ന ബൈക്ക് എൻ്റെ കയ്യിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ CD ഡോൺ മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ റോയൽ എൻഫീൽഡ് ഉപയോഗിച്ചിട്ടില്ല. ഈ റെൻറ്റിന് കൊടുക്കുന്ന പുള്ളിക്കാരൻ എന്നെ കൺവിൻസ് ചെയ്യുകയാണ് ഈ യാത്രയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ബൈക്ക് ഒരു തണ്ടർബേർഡ് ആണ് എന്നുള്ളത്. ഈ തണ്ടർബേർഡ് ഹയർ ചെയ്തതിന് ശേഷം ഞാൻ ഈ വണ്ടി ഓടിച്ച് ഞാൻ ഈ ഹഡിംബയിലേക്ക് വരികയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടാണ് തോന്നുന്നത് ഇതിൻ്റെ ഒരു ഹാൻഡ്ലിങ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ബൈക്ക് ഓടിക്കുന്നത്. എൻ്റെ മനസ്സിൽ ഭയങ്കരമായ ടെൻഷനുണ്ട്. നാളെ ഞാൻ റോത്താങ് ക്രോസ് ചെയ്ത് പോകുന്ന സമയത്ത് എനിക്കറിയില്ല എന്തൊക്കെയാണ് എന്നെ വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ ലഡാക്കിൻ്റെ ഈ പറയുന്ന ഫോട്ടോസോ വീഡിയോസോ ഒന്നും കണ്ടിട്ടില്ല. ആകെ ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറയുന്നത് മോട്ടോർ സൈക്ലിസ്റ്റുകളുടെ ഒരു മെക്കയാണ് ഹിമാലയാസ്. ദിസ് ഈസ് എ പ്ലേസ് ദാറ്റ് ഹാസൻ ചേഞ്ച്ഡ് മച്ച്. മനുഷ്യന് ഒരുപാട് ആൾട്ടർ ചെയ്യാൻ കഴിയാത്തൊരു ടെറൈനാണ് എന്നൊക്കെയാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ലഡാക്ക് എന്ന് പറയുന്നത് ആ സമയത്ത് ഇങ്ങനെ ഒരു ഡ്രൈ മൗണ്ടൻസ് ഉള്ള ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ഡെസേർട്ട് അല്ല. എൻ്റെ മനസ്സിൽ എവിടേക്കോ കുറേ മരങ്ങളും കാടുകളും ഒക്കെ കടന്നു പോകുന്ന എന്നാൽ ഭയങ്കര ഹൈറ്റിലേക്ക് കയറേണ്ട ഒരു സ്ഥലമാണ് ലഡാക്ക്. അപ്പോൾ ഇതൊന്നും അറിയാതെ ഞാൻ ഈ തണ്ടർബേർഡ് ഓടിച്ച് അനുജിൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് എനിക്ക് നല്ല ടെൻഷനുണ്ട് ഈ തണ്ടർബേർഡുമായിട്ട് പോകാൻ വേണ്ടി. അപ്പോൾ അനുജ് എനിക്ക് ആവശ്യത്തിനുള്ള കുറേ ക്ലോത്തും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ ഗ്ലൗസും മറ്റു സാധനങ്ങളും ഒക്കെ വാങ്ങിക്കണമെന്ന് പറയുന്നുണ്ട്. ഞാൻ ഈവനിങ് ഒരു ഷോപ്പിങ്ങിന് വീണ്ടും ഈ ബൈക്കുമായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ബൈക്കുമായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ ഹഡിംബയിൽ നിന്ന് താഴേക്കുള്ള റോഡിൽ വരുന്ന സമയത്ത് എതിരെ ഒരു വണ്ടി വരുന്ന സമയത്ത് ഞാൻ ഇത് ഒതുക്കാൻ നോക്കുന്ന സമയത്ത് ഫ്രണ്ടിലെ ഡിസ്ക് ഇങ്ങനെ പിടിച്ച് ഒന്ന് ചെറുതായിട്ട് വണ്ടി സ്ലിപ്പ് ആവുകയും ഞാൻ ഒന്ന് പേടിച്ചൊരു മൊമെൻ്റ് ഉണ്ടായി. അപ്പോഴും എൻ്റെ മനസ്സിൽ ഈ അടുത്ത ദിവസത്തേന് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഞാനപ്പോൾ ഈ രാത്രി അനുജിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അനുജിൻ്റെ ഇമ്പൾസ് എനിക്ക് തരുമോ, ഞാൻ ആ വണ്ടിയും കൊണ്ട് പോയിക്കോളാം, ഇത് തിരിച്ചു കൊടുക്കാമെന്ന്.
അപ്പോൾ അനുജ് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഈ 150cc മോട്ടോർ സൈക്കിളുമായിട്ട് പോയി കഴിഞ്ഞാൽ അത് നിയോഗിന് അവസാനം ഒരു തലവേദനയാവും, ചിലപ്പോൾ പല സ്ഥലങ്ങളിലും അതിൻ്റെ പവർ പോരാതെ വരും. അനുജ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, യു വിൽ ബി ഓൾ റൈറ്റ്, ഈ തണ്ടർബേർഡ് നിയോഗ ഒരു ഫസ്റ്റ് 100 കിലോമീറ്റേഴ്സ് ഓടിക്കുന്ന സമയത്ത് എല്ലാം പ്രോപ്പർ ആയിക്കോളും. അപ്പോൾ എനിക്കറിയില്ല, ഞാൻ ഇതൊന്നും അറിയാതെ വളരെ എക്സൈറ്റഡ് ആണ്, എന്നാൽ വളരെ ഭയവും ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ആ യാത്രയ്ക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അനുജ് എൻ്റെ അടുത്ത് പറഞ്ഞത് പിറ്റേന്ന് രാവിലെ 4 മണിക്ക് ഇവിടുന്ന് തിരിക്കുക, റോത്താങ് കയറി മുകളിലെത്തുമ്പോഴത്തേനും ഒരു സൺറൈസ് കിട്ടും. അത് കഴിഞ്ഞ് ആ ഡേ ഫുൾ റൈഡ് ചെയ്ത് സർച്ചു എന്ന് പറയുന്ന സ്ഥലത്തെത്തുക. ഈവനിങ് തന്നെ അവിടെ എത്തി സൺലൈറ്റ് ഉള്ളപ്പോൾ തന്നെ അവിടെ തങ്ങി രാത്രി മുഴുവൻ മറികടന്നതിന് ശേഷം രാവിലെ അവിടുന്ന് നല്ല സൺലൈറ്റ് വരുന്ന സമയത്ത് ലഡാക്കിലേക്ക് തിരിക്കുക. അന്ന് ഈവനിങ് തന്നെ ലഡാക്കിൽ എത്താൻ പറ്റും, ലേയിൽ എത്താൻ പറ്റും എന്നുള്ള രീതിയിൽ. ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം ഞാൻ കേൾക്കുന്ന സമയത്ത് ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ മനസ്സിൽ ഇമാജിൻ ചെയ്യുന്ന എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ്. അനുജൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സർച്ചുവിലുള്ള ഈ രാത്രി ഉറങ്ങാൻ പറ്റാത്തൊരു രാത്രിയായിരിക്കും, ഒരു അൺഫോർഗറ്റബിൾ നൈറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ അന്ന് വരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത തണുപ്പാണ് ഇന്ന് രാവിലെ. അപ്പോൾ ഈ തണുപ്പത്ത് ഞാൻ തണ്ടർബേർഡ് ഇങ്ങനെ ഓടിച്ച് പോകുന്ന സമയത്ത് ഈ റോത്താങ് പാസ് എത്തുന്നതിന് മുമ്പുള്ള ഒരു 10-15 കിലോമീറ്ററിൽ കുറേ തവണ ആലോചിക്കുന്നുണ്ട്, തിരിച്ചു പോയാലോ, ഈ യാത്ര നിർത്തിയാലോ എന്നൊക്കെ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു യാത്രയാണ് അങ്ങനെയുള്ളത്. അപ്പോൾ അതിനുശേഷമുള്ള ഒരു യാത്രകളിലും എനിക്ക് അങ്ങനെ ഒരു കാര്യം തോന്നിയിട്ടില്ല. ഒരുപക്ഷെ ഞാൻ ഫീൽഡ് ഡ്രൈവറിൻ്റെ ഭാഗമായിട്ട് ആർട്ടിക് സർക്കിളിൽ പോകുന്ന സമയത്ത് പോലും അങ്ങനെ ഒരു ടെൻഷനോ ഭയമോ തോന്നുന്നില്ല. കാരണം ദിസ് ഈസ് ദാറ്റ് ഫസ്റ്റ് ഡ്രീം ദാറ്റ് ഐ അക്കംപ്ലിഷ്ഡ്. അപ്പോൾ ആ ഒരു സ്വപ്നമാണ് എനിക്ക് അതിന് ശേഷമുള്ള എല്ലാ യാത്രകളിലും എനിക്ക് വേണ്ട ഒരു പുഷ് തരുന്നത്, എനിക്ക് ആ ഒരു ധൈര്യം തരുന്നത്. അപ്പോൾ റോത്താങ്ങിലെത്തി റോത്താങ്ങിൻ്റെ സൺറൈസ് ക്യാപ്ചർ ചെയ്ത കുറേ ഫോട്ടോസ് ഉണ്ട് എൻ്റെ കയ്യിൽ. അന്ന് ഞാൻ DSLR എടുത്ത്, അതുപോലെ ഷനാഗിലൊക്കെ കുറേ ഫോട്ടോസ് ഉണ്ട്. ആ ഒരു സൺറൈസ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നായിരുന്നു. അതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ ആ യാത്ര എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള ഒരു യാത്രയായിട്ട് മാറി. ആ യാത്രയെക്കുറിച്ച് വിശദമായിട്ട് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എന്തായാലും ഞാൻ ലഡാക്കിലേക്ക് എത്തുകയും ഞാൻ എൻ്റെ ജീവിതത്തിൽ അതുവരെ കണ്ടിട്ടില്ലാത്ത പോലുള്ള മൗണ്ടൻസ് കാണുകയും പീക്കുകൾ കാണുകയും ഐ വാസ് കംപ്ലീറ്റ്ലി ബ്ലോൺ അവേ. ഈ റോഡ് റാഷ് ഒക്കെ കളിക്കുന്ന സമയത്ത് ചില സ്ഥലങ്ങൾ നമ്മളിങ്ങനെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്ന പോലുള്ള സാധനങ്ങൾ റിയൽ ലൈഫിൽ കാണുന്നൊരു അനുഭവമായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അതിനെക്കുറിച്ച്. എന്തായാലും അങ്ങനെയൊക്കെയായിരുന്നു ആ യാത്ര. ആ യാത്രയാണ് ഞാൻ മണാലിയിൽ എത്തുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. ഞാനിവിടെ ചുറ്റും നോക്കുന്ന സമയത്ത് ഓരോ മൗണ്ടൻസ് കാണുമ്പോഴും അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതുപോലെ ആ സമയത്ത് ഞാൻ നസോഗി എന്ന് പറയുന്ന വില്ലേജിൽ നിൽക്കുന്ന സമയത്ത് അനുജാണ് എൻ്റെ അടുത്ത് പറയുന്നത്, ഇവിടെ നിന്ന് മണാലി മാർക്കറ്റിലേക്ക് നടന്നു പോകുന്ന ഒരു ട്രെയിലുണ്ടെന്ന്. അങ്ങനെ ആ ട്രെയിലിലൂടെ ഞാൻ മാർക്കറ്റിലേക്ക് പോയ യാത്ര എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഈ ട്രെയിലിലൂടെ താഴേക്ക് നടന്നു പോയിട്ടുണ്ടായിരുന്നു. അന്ന് വളരെ മോശം ക്ലൈമറ്റ് ആയിരുന്നു, ഫുള്ള് മഴയൊക്കെ ആയിട്ട്. ഞാൻ മാർക്കറ്റിലെത്തുന്ന സമയത്ത് മഴയൊക്കെ ഒന്ന് കുറഞ്ഞു നിൽക്കുമായിരുന്നു. ഇത്തവണ ഞാൻ മാർക്കറ്റിലെത്തുന്ന സമയത്ത് ആദ്യം പോയത് മണാലി സ്വീറ്റ്സിലേക്കാണ്. അവിടെ പോയി പനീർ പക്കോടയും ഗുലാബ് ജാമുനും ഒക്കെ കഴിച്ചിട്ടാണ് ഇത്തവണയും ഞാൻ ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഇത്തവണ ഞാൻ നസോഗിയിൽ നിന്ന് ഈ ട്രെയിൽ വഴി താഴെ എത്തി മാർക്കറ്റിലെത്തുന്ന സമയത്ത് ഒന്ന് വെയിലൊക്കെ വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നല്ലൊരു മഴയാണ് വരാൻ പോകുന്നതെന്ന്. ഞാൻ അഗൈൻ ഈ ട്രെയിനിലൂടെയുള്ള സ്റ്റെപ്സൊക്കെ ഓടി കയറി മുകളിലേക്ക് വന്നു. ഞാൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് നല്ല മഴ പെയ്തു. ഞാൻ മണാലിലെത്തിയിട്ട് ഇന്നത്തേക്ക് ഒരാഴ്ച തികയുന്നു. നന്നായിട്ട് കിതക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീണ്ട ഒരു ട്രെയിൽ, നമ്മുടെ മണാലി മാർക്കറ്റിൽ നിന്ന് ഞാൻ താമസിക്കുന്ന വില്ലേജിലേക്കുള്ള ഒരു ട്രെയിൽ മഴ കാരണം അത്യാവശ്യം ഓടിയാണ് ഇവിടം വരെ എത്തിയത്. ഇപ്പോൾ മഴയൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ മണാലിലെത്തിയിട്ട് ആദ്യത്തെ ഈ ആഴ്ചയിൽ ഏറ്റവും മോശം കാലാവസ്ഥ എനിക്ക് തോന്നുന്നു ഇന്നായിരുന്നു. കാരണം ഇന്നലെ രാത്രി മുഴുവൻ മഴയായിരുന്നു. ദിവസം മുഴുവൻ മഴയും മൂടലും തന്നെയായിരുന്നു. സൂര്യൻ ഒട്ടും തന്നെ പുറത്തു വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നല്ല തണുപ്പുമുണ്ട്. അതുപോലെ തന്നെ നല്ല കാറ്റും വീശുന്നുണ്ട്. കസോളിൽ ഗ്രഹൺ എന്ന് പറയുന്ന ഗ്രാമമുണ്ട്. മൊബൈൽ നെറ്റ്വർക്കൊന്നും കിട്ടാത്ത അത്യാവശ്യം ട്രക്ക് ചെയ്ത് തന്നെ എത്തേണ്ട ഒരു ഗ്രാമമാണ്. അപ്പോൾ ഇത്തിരി ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ഗ്രാമം ആയതുകൊണ്ട് തന്നെ എൻ്റെ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ അവിടെ ചിലവഴിക്കാമെന്ന് തീരുമാനിക്കുകയും മണാലിലെത്തുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ശീലിച്ച പഴയ ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചു പോകാനാണ് തോന്നുന്നത്. പിന്നെ പറയാനുള്ളൊരു വലിയ വിശേഷം എന്ന് പറയുന്നത്
അനുജിൻ്റെ ഈ 4 പ്ലേയുടെ ബിൽഡിങ്ങിൽ അവിടെ തന്നെയാണ് ഈ ടീം എല്ലാവരും താമസിക്കുന്നതും, അതുപോലെ തന്നെ അവരുടെ വർക്ക് സ്പേസ് കൂടെ ആണത്. അവിടെയായിരുന്നു ഞാനും താമസിക്കുന്നത്. അവിടെ ഒരു ഗസ്റ്റ് റൂം ഉണ്ട്, അവിടെയായിരുന്നു ഞാൻ താമസിക്കുന്നത്. ആ സമയത്ത് അനുജിൻ്റെ സിസ്റ്റർ ഷിവി ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു വീടുണ്ടായിരുന്നു. 2 മുറികളുള്ള ഒരു ചെറിയ വീട്. ഇപ്പം ഞാൻ ആ വീട്ടിലാണുള്ളത്. അപ്പോൾ ഷിവി ആക്ച്വലി വീട്ടിലേക്ക് തിരിച്ചു പോവുകയും തിരിച്ച് മണലിലേക്ക് വരാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ വീട് അതുപോലെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരി ബേസിക്കലി ഇത് കണ്ടിന്യൂ ചെയ്യണോ അതോ വെക്കേറ്റ് ചെയ്യണോ എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടില്ല. അപ്പോൾ അനുജ് എനിക്കൊരു ഓപ്ഷൻ തന്നു, നീ അങ്ങനെ വേണമെങ്കിൽ ഈ വീട്ടിൽ തങ്ങാം. കാരണം ഇന്നിപ്പോൾ മെയ് 1 മെയ് അവസാനം വരെയാണ് ഞാൻ ആക്ച്വലി എൻ്റെ എഴുത്തിന് വേണ്ടിയുള്ള സമയം ഞാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മെയ് അവസാനം വരെ എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയും എന്ന് അനുജ് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഈ വീട്ടിലേക്ക് മാറുകയും ചെയ്തു. അപ്പോൾ ഈ വീടിൻ്റെ ഒരു ഹോം ടൂർ ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ തരാം. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കേണ്ടതായിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സ്പേസ്. ഞാനിവിടെ ഈ ടേബിളിൽ, ഇപ്പോൾ ഈ ക്യാമറ വെച്ചിരിക്കുന്ന ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഓപ്പോസിറ്റ് കാണുന്ന ഈ മൗണ്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ മൗണ്ടൻസ് എല്ലാ ദിവസവും ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഫുൾ മൂടിക്കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞൊരു ദിവസം നല്ല വെയിൽ വന്നു. അതിനുശേഷം മെനഞ്ഞാന്നാണെങ്കിൽ നല്ല മഴയായിരുന്നു ഫുൾ ഡേ. അപ്പം മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ ചുറ്റുമുള്ള മൗണ്ടൻസിൽ, കുറച്ച് ഉയരത്തിൽ ഹൈ മൗണ്ടൻസിൽ നന്നായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞ് പെയ്യുന്നതൊക്കെ ഞാൻ ഇവിടെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു ഏപ്രിൽ മാസം അവസാനം ഇങ്ങനെ മഞ്ഞ് പെയ്യുന്ന കാഴ്ച ഒരു അപൂർവമായ കാഴ്ചയാണ്. ശരിക്കും ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല രീതിയിൽ കുഴഞ്ഞു മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എവിഡൻസ് ആണിത്. ഇന്ന് ഈ പറഞ്ഞ പോലെ മൊത്തത്തിലൊരു മൂഡലായിരുന്നു രാവിലെ മുതൽ. വൈകിട്ട് നല്ല വെയിൽ വന്നു. അപ്പോൾ ഈ ടേബിളിലിരുന്ന് ഞാൻ എൻ്റെ എഴുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മൗണ്ടൻസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ലാപ്ടോപ്പിലെ ഈ മൗണ്ടൻസിൻ്റെ വാൾപേപ്പർ, ഈ ലൈവ് വാൾപേപ്പർ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുന്ന പോലെ തന്നെ ശരിക്കുള്ള ഈ മൗണ്ടൻസ് പിന്നിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണുക എന്ന് പറയുന്ന ഒരു ഭയങ്കര മനോഹരമായ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഹോം ടൂർ എന്തായാലും ഉറപ്പായിട്ട് തരാം. ഈ യാത്ര തുടങ്ങിയ ദിവസം, അതായത് ജനുവരി 31 കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് ആ ദിവസം മുതലാണ്. അപ്പോൾ ആ ദിവസം മുതൽ എഗെയിൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.